السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. قال الله عز وجل: لا تزول قدم بني آدم يوم القيامة حتى يسأل عن أربع: عن عمره فيما أفناه، وعن شبابه فيما أبلاه، وعن ماله من أين اكتسبه وفيما أنفقه، وعن علمه فيما عمل به، أو كما قال رسول الله: أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ، إلى العرش والكرسي أحمد قد دنا، ونورهما من نوره يتلألأ. أمة سيدنا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഈ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ പറ്റിയ ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരുടെയും സർവദോഷങ്ങളും അല്ലാഹു പൊറുക്കുകയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു എളുപ്പത്തിൽ സാധിപ്പിച്ചു തരികയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരികയും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലും അവന്റെ ത്വാഅത്തിലുമായി ദീർഘകാലം ജീവിക്കാൻ ആയുസ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ.
പരിപൂർണ മുഅ്മിനീങ്ങളാക്കി മരിപ്പിച്ച് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ദിക്ർ ഹൽഖയോടനുബന്ധിച്ചുള്ള വാർഷിക സമ്മേളനവും ഇൽമിന്റെ സദസ്സുമാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ വിശാലമായി പറയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഈ യുഗത്തിൽ വിശേഷിച്ചും നമുക്ക് ആവശ്യമുള്ളതുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഷയം. അതിലേക്ക് കടന്ന് വരും മുമ്പ് ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാചാലമായി പ്രസംഗിക്കാനുള്ള ശാരീരിക അവസ്ഥ ഇന്നെനിക്കില്ലെന്ന് ആമുഖമായി ക്ഷമരൂപയാണ്. ശബ്ദം വളരെ പ്രതികൂലമാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ഇൽമ് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതും ഞാൻ പറയുന്നതും നമുക്ക് ആഖിറത്തിലേക്ക് അള്ളാഹു ഉപകരിപ്പിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം, ഈ പ്രപഞ്ചത്തിന്റെ മാനേജിങ് മനുഷ്യവർഗമാകുന്ന നമ്മെയാണ് അള്ളാഹു തആല ഏൽപ്പിച്ചത്. എന്തെല്ലാം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, മനുഷ്യന് കാണാൻ പറ്റിയതും കാണാൻ പറ്റാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ ചേതനവും അചേതനവും ആയ വസ്തുക്കൾ, ലക്ഷക്കണക്കിന് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നിട്ട് അതിന്റെ ഒന്നും അവകളിലൊന്നും ഈ പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിക്കാതെ മനുഷ്യവർഗമാകുന്ന നമ്മെയാണ് അള്ളാഹു ഇത് ഏൽപ്പിച്ചത്. എന്താണ് മനുഷ്യരായ നമ്മെ ഇത് ഏൽപ്പിക്കാൻ കാരണം? എന്തൊരു കഴിവാണ് നമുക്കുള്ളത്? ഒരു ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുന്നുവോ ആ ഏൽപ്പിക്കപ്പെടുന്ന കക്ഷിയിൽ എന്തെങ്കിലും ഒരു കഴിവ് കണ്ടിട്ടായിരിക്കണം അത് ഏൽപ്പിക്കുന്നത്. ഈ മഹത്തായ പള്ളിയുടെ പരിപാലനം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി നടത്തപ്പെടുന്ന പൊതുയോഗത്തിൽ നിന്ന് ഒരു പ്രത്യേക ആളുകളെ തെരഞ്ഞെടുത്തവരെ ഏൽപ്പിക്കുമ്പോൾ അവരിൽ നാം കാണുന്നു ഈ കൂടിയ ജനങ്ങളിൽ ഈ പള്ളിയുടെ പരിപാലനത്തിന് മിടുക്കന്മാർ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ അവരിൽ നാം അത് ഏൽപ്പിക്കുന്നത്. അവർക്ക് പ്രത്യേക കഴിവുണ്ട് ആ വിഷയത്തിന് എന്ന നിലക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും മാനേജ്മെന്റ് മനുഷ്യൻ വഹിച്ചിരിക്കുകയാണ്. എന്താണ് ഇതര ജീവികൾക്ക് അള്ളാഹു ആ കഴിവ് കൊടുക്കാതെ, ആ ഉത്തരവാദിത്വം കൊടുക്കാതെ മനുഷ്യരായ നമുക്ക് അള്ളാഹു അത് തരാൻ കാരണം? എന്ത് കഴിവാണ് നമുക്കുള്ളത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും, ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധിവസിക്കുന്നത് ഭൂമിയിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. നമുക്കതിന്റെ പ്രയോജനം അറിഞ്ഞുകൂടെന്ന് മാത്രം. ഈ ലോകത്തുള്ള വസ്തുക്കളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണോ? കഴിഞ്ഞ തലമുറയിലെ പണ്ഡിതന്മാർ ഇത് ദർസ് നടത്തുമ്പോൾ, ഖുർആൻ അർത്ഥം പഠിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു എന്നതിന്റെ പേരിൽ വിശ്വസിക്കലാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്നപ്പോൾ വളരെ വ്യക്തമായി ഓരോ ആയത്തും നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന്
ഓരോ ദിവസവും ശാസ്ത്രം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഉപയോഗം കണ്ടെത്താത്ത വസ്തു ഇന്ന് കമ്പോളത്തിൽ ഉപയോഗമുള്ള വസ്തുവായിരിക്കുകയാണ്. അന്ന് അതിന് ഉപകാരമില്ലായിരുന്നു, ഇന്ന് മനുഷ്യൻ അതിന് ഉപകാരം കണ്ടെത്തിയിരിക്കുന്നു. എത്രത്തോളം സർപ്പങ്ങളുടെ കൂട്ടത്തിൽ ഉഗ്രവിഷമുള്ള ഒരു സർപ്പമുണ്ട്. 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ലക്ഷ്യം വെച്ച് ആ സർപ്പമൊന്ന് ഊതിയാൽ അതിന്റെ വായിൽ നിന്ന് വരുന്ന കാറ്റ് വരുന്ന വഴിക്ക് പച്ചപിടിച്ചു നിൽക്കുന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും മുഴുവനും അതിന്റെ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞു പോകും. അത്ര കടുപ്പമേറിയ ആ സർപ്പം 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എന്നെ ലക്ഷ്യം വെച്ച് ഊതിയാൽ ആ കാറ്റ് എന്റെ ശരീരത്തിൽ വന്ന് തട്ടുന്നതോടുകൂടി തൽക്ഷണം ഞാൻ ഇവിടെ മരിച്ചു വീഴുന്നു. ആ പാമ്പ് എന്നെ തൊടണമെന്നില്ല, കടിക്കണമെന്നില്ല. അത്ര ഗൗരവമായ സർപ്പത്തിന്റെ വിഷം ശുദ്ധീകരിച്ചാൽ ഹൃദയരോഗത്തിൽ ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് ബ്രിട്ടനിലെ ഒരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയും മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ സർപ്പത്തിന്റെ വിഷം ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. പക്ഷേ അതിന്റെ ഗുണം നാം കണ്ടെത്തിയില്ല. ഹോമിയോ ഡോക്ടർമാർ നമ്മുടെ ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഹാർട്ട് അറ്റാക്കിന് ഹോമിയോയിൽ കൊടുക്കുന്ന ഒരു ഗുളിക പാമ്പിന്റെ വിഷം ശുദ്ധീകരിച്ചെടുത്തതാണ്. അതിന്റെ പേര് തന്നെ സർപ്പത്തോട് തുല്യപ്പെട്ടുകൊണ്ടാണ് അതിന്റെ പേര്. നോക്കണേ നിങ്ങൾ, ഓരോ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. നാം അതിന്റെ ഗുണം കണ്ടെത്തിയില്ലെന്ന് മാത്രം. എന്താണ് അതിന്റെ ഗുണം? എന്താണ് മനുഷ്യരതുകൊണ്ട് പ്രയോജനം? അത് നാം ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ലോകത്തെ എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല നമുക്ക് അധീനപ്പെടുത്തി തന്നുകൊണ്ട് അതിന്റെ മുഴുവനും ഉത്തരവാദിത്തം നമ്മെ ഏൽപ്പിക്കാനുള്ള പ്രത്യേകമായ കഴിവ്, ഇതര ജീവികൾക്കില്ലാത്ത കഴിവ് നമുക്കെന്താണുള്ളത്? നമുക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാം. മനുഷ്യന് അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കാരണം മനുഷ്യൻ സന്താനോൽപാദനത്തിന് കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇതിന്റെ ഉത്തരവാദിത്തം നമ്മെ ഏൽപ്പിച്ചത് എന്നൊരു മറുപടി നാം പറഞ്ഞു നോക്കിയാൽ അതെത്ര കണ്ട് ശരിയാവും? ഒരേ സമയത്ത് ഒരൊറ്റ പ്രസവത്തിൽ ലക്ഷക്കണക്കായ സന്താനങ്ങൾ ഉണ്ടാകുന്ന മത്സ്യം അല്ലാഹുവിന്റെ സമുദ്രത്തിൽ ജീവിക്കുന്നു. സന്താനോൽപാദനത്തിന്റെ കഴിവുകൊണ്ടാണ് ഈ പ്രപഞ്ചം നമുക്ക് നൽകിയതെങ്കിൽ അത് നമ്മിലല്ല ഏൽപ്പിക്കേണ്ടത്, കടലിൽ കഴിഞ്ഞുകൂടുന്ന മത്സ്യത്തിലാണ്. സന്താനോൽപാദനത്തിന്റെ കഴിവുകൊണ്ടല്ല. പിന്നെയോ ആരോഗ്യത്തിന്റെ പേരിലാണോ അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയായി മനുഷ്യനെ നിയമിച്ചത്? ആധുനിക ശാസ്ത്രം പറയുന്നത് 700 കിലോമീറ്റർ ഒരേ നീളത്തിൽ എവിടെയും തങ്ങാതെ ഓടാൻ കഴിയുന്ന ഒരു ജീവി, അതിന്റെ ഓട്ടം തുടങ്ങുമ്പോൾ അതിനെത്ര ശക്തിയുണ്ടോ ആ ശക്തി അതിന്റെ ഓട്ടം അവസാനിക്കുന്ന സമയത്തുമുണ്ട്. ക്ഷീണമില്ലാതെ തളർച്ചയില്ലാതെ ഒരേ നീളത്തിൽ 700 കിലോമീറ്റർ ഓടാൻ കഴിവുള്ള ഒരു ജീവിയാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, നമ്മുടെ ഉറക്കിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊതുക് എന്ന് പറയുന്ന നിസ്സാര ജീവി. 1 കിലോമീറ്റർ തികച്ച് ഒരേ നീളത്തിലും ഒരേ ശക്തിയിൽ ഓടാൻ കഴിയാത്ത മനുഷ്യൻ ആ വിഷയത്തിൽ കൊതുകിന്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. ആരോഗ്യത്തിന്റെ പേരിലല്ല നമ്മെ കവച്ചു വെക്കുന്ന ധാരാളം കഴിവുള്ള ജീവികൾ, വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പിന്നെന്താണ്? കണ്ടുപിടുത്തത്തിന്റെ വിഷയത്തിലാണോ? മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ലോകത്ത് വെളിച്ചം കാണാതെ ഇരുളടഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വരുന്നില്ലേ? ഇത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും.
നൂറ്റാണ്ട് കാലമെടുത്ത് പരിശോധിച്ചാൽ എന്റെ കാലഘട്ടമാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്, അഥവാ സത്യവും നീതിയും ധർമ്മവുമുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ആ ഉത്തമ നൂറ്റാണ്ടായതുകൊണ്ടാണ് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റേതാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്. സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം അല്ലാഹു നമുക്ക് നൽകി. ഈ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവനും നമുക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ച് വലിയ വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. എന്നാൽ നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതെവിടെ മുതൽ വേണം? ഈ ഉന്നതനായ മനുഷ്യരാകുന്ന നാം, പ്രപഞ്ചത്തിൽ ഉന്നത സൃഷ്ടിയാകുന്ന നാം, നമ്മെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന അവസ്ഥ മുതൽ പഠിച്ചു നോക്കണം. നാം ആരാണെന്നും നാം എന്തിനു വന്നവരാണെന്നും നമ്മുടെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്നും അവിടം മുതൽ ചിന്തിക്കാൻ അല്ലാഹു നമ്മളെ അടിക്കടി ഉപദേശിക്കുന്നുണ്ട്. മനുഷ്യ, നീ നിന്നെക്കുറിച്ച് മനസ്സിലാക്കണം, നീ ചിന്തിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും നാം മനസ്സിലാക്കണം. മൃഗങ്ങളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല നാം. ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒക്കെ കടന്നു വന്ന അവസ്ഥയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. എന്തായിരുന്നു ഈ ഉത്കൃഷ്ട ജീവിയായ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന അവസ്ഥ എന്ത്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു പുറപ്പെടുവിച്ചു. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? ലാ തഅലമൂന ശൈആ, യാതൊരു വിഷയത്തെക്കുറിച്ചും നാം അറിവില്ലാത്തവരാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനെ പ്രസവിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കും. അതേ 12 മണി സമയത്ത് നമ്മുടെ വീട്ടിലെ പശു പ്രസവിച്ചു. ഈ പശുക്കുട്ടി ഉടനെ തന്നെ ഓടിച്ചെന്ന് ഉമ്മയുടെ അകത്തിലുള്ള ശുദ്ധമായ പാൽ നീമ്പി കുടിക്കുന്നു, ചപ്പി വലിക്കുന്നു. ഒരു വെയിലിലൂടെ നടന്നു നീങ്ങുമ്പോൾ മരത്തിന്റെ താഴെ തണൽ കാണുന്ന സമയത്ത് ആ പശുക്കുട്ടി മനസ്സിലാക്കുന്നു, എനിക്ക് ആ മരത്തിന്റെ താഴെയുള്ള തണലിൽ ചെന്ന് വിശ്രമിക്കാം. ആ പശുക്കുട്ടി തണലിൽ പോയി വിശ്രമിക്കുന്നു. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ആ പശുവിന്റെ നേരെ ഇങ്ങ് പിടിച്ചാൽ ആ പശുക്കുട്ടി മനസ്സിലാക്കി, ആ കല്ല് എന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നത് എനിക്ക് വേദനയുണ്ടാക്കും. അതാ ഉടനെ തന്നെ ആ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിൽ പോയി അഭയം പ്രാപിക്കുന്നു. അതേ സമയത്ത് നാം ചിന്തിക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയാകുന്ന ലോകം മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉത്തമ ജീവിയാകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന അവസ്ഥ എന്ത്? ലാ തഅലമൂന ശൈആ, യാതൊരു വിഷയവും അറിവില്ലാത്തവരാണ്. പ്രസവിക്കപ്പെട്ട വിരിപ്പിൽ കിടന്ന് കൈകാലിട്ടടിച്ച് കഴിയുകയല്ലാതെ എനിക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാൽ എന്റെ ഉമ്മയുടെ സ്ഥലങ്ങളിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ടെന്നറിയാത്തവരാണെന്ന് മാത്രമല്ല, ഉമ്മ 2 കൈയിൽ മലർത്തിപ്പിടിച്ച് മാറോട് ചേർത്ത് മുലക്കണ്ണ് വായിൽ വെച്ച് പ്രസ് ചെയ്തു തന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മുലപ്പാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങുകയല്ലാതെ ഒരു വേള ആ മുലക്കണ്ണ് നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോയാൽ നേരത്തെ ഞാൻ ഇതായിരുന്നു കുടിച്ചത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ നമുക്ക് കുടിക്കാൻ അറിയില്ല. ഇതാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം വന്നപ്പോഴുള്ള അവസ്ഥ. ആ പശുക്കുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ഉമ്മ ഒരു വിരിപ്പിൽ കിടത്തി അടുക്കളയിലെ ജോലിക്ക് പോയി. കാറ്റിനൊരു മുണ്ടുവന്ന്
മുട്ടി മരിക്കുകയല്ലാതെ, ചുവപ്പ് നിറമായി കൈകാലിട്ടടിച്ച് മരിക്കുകയല്ലാതെ ഞാൻ എന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇതൊന്നെടുത്ത് നീക്കിക്കളയട്ടെ എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ്. ഒരു കല്ലെടുത്തുകൊണ്ട് ഒരു പശുക്കുഞ്ഞിന്റെ നേരെ നാം പിടിക്കുമ്പോൾ ആ പശുക്കിടാവ് മനസ്സിലാക്കുന്നു, ആ കല്ല് എന്റെ ശരീരത്തിൽ തട്ടിയാൽ വേദനിക്കുമെന്ന നിലക്ക് ആ പശുക്കുട്ടി ഓടിച്ചെന്നു ഉമ്മയുടെ വീട്ടിൽ പോയി അഭയം പ്രാപിക്കുന്നു. അതേ സമയത്ത് നാമാണെങ്കിലോ സ്വന്തം മരണത്തിനെ തൊട്ട് പോലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ഇതാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം വന്ന അവസ്ഥ. ഒന്നും നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് നാം പ്രപഞ്ചത്തിലേക്ക് വന്നത്. മനുഷ്യ, നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത് മുതൽക്ക് നാം നമ്മെ പഠിക്കണം. നമ്മെ കുറിച്ച് നാം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. നാം നമ്മെ കുറിച്ചൊന്ന് പരിചയപ്പെടുക മാത്രം. അങ്ങനെ പ്രസവിക്കപ്പെട്ട് കിടക്കുന്ന ഈ കുഞ്ഞിനെ പിന്നീട് അവൻ കമഴ്ന്ന് കിടക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞവൻ മുട്ടുകുത്തി കിടക്കാൻ തുടങ്ങി. അവൻ കണ്ണുനീച്ചെല്ലാം കാണാനും കേൾക്കാനും കൊച്ചു വാക്കുകൾ സംസാരിക്കാനും തുടങ്ങി. മുട്ടുകുത്തി നടത്തിയിരുന്നവൻ കൊച്ചടികൾ വെച്ച് നടന്നു. അങ്ങനെ അവൻ ഓടാനും കാണാനും തുടങ്ങി. അവൻ വളർന്നു വലുതായി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തി ഈ പ്രപഞ്ചത്തെ ഞാൻ കീഴൊതുക്കി എന്ന് അവകാശപ്പെട്ടു. എവിടെ നിന്ന് കിട്ടിയതോ ഈ കഴിവ്? ഈ കഴിവൊക്കെ നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു? അള്ളാഹു നമുക്ക് കാണാനുള്ള കാഴ്ച തന്നു, അള്ളാഹു നമുക്ക് കേൾവി തന്നു, അള്ളാഹു നമുക്ക് ഹൃദയം തന്നു. ഈ കഴിവുകളൊക്കെ ഉള്ളോ നാം പ്രസവിക്കപ്പെട്ട സമയത്ത് ഈ കഴിവുകൾ നമുക്ക് പരിപൂർണമല്ല. നമ്മുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വാപ്പയെയും ജേഷ്ഠാനുജന്മാരെയും നമ്മുടെ സമീപത്ത് കൂടി നിന്നുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതിലൊന്ന് ഭാഗമാക്കായി അവരോട് തമാശ പറയാനും ചിരിക്കാനും മറുപടി പറയാനും നമുക്ക് സാധ്യമായിരുന്നില്ല. അവർ പറയുന്നത് കേൾക്കാൻ നമ്മുടെ കാതിന് കഴിവുണ്ടായിരുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് ഈ ഇന്നത്തെ കഴിവ് അന്നുണ്ടായിരുന്നില്ല. അതൊക്കെ പടിപടിയായി അല്ലാഹു തആല നമുക്ക് വളർത്തി തന്നു. എന്തിനാണ് ഇങ്ങനെ അല്ലാഹു തആല നമ്മെ വിട്ടത്? ഈ കഴിവുകളൊക്കെ പിന്നീട് അല്ലാഹു പടിപടിയായി നമുക്ക് തന്നത് ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യൻ ഓടാനും ചാടാനും തുടങ്ങി. ചന്ദ്രഗോളത്തിൽ ചെന്ന് മനുഷ്യൻ കാലുകുത്തുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ വലിയവൻ, എന്നെ കവച്ചു വെക്കുന്ന ഒരു വസ്തുവില്ല, ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്റേതാണെന്ന് അഹങ്കരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്, മൃഗങ്ങളെക്കാളും അഹങ്കരിക്കാൻ സാധ്യത മനുഷ്യനുള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു, നീ അങ്ങനെ അഹങ്കരിക്കല്ല, നീ അഹങ്കരിക്കല്ല മനുഷ്യ. നിന്റെ കണ്ണെവിടെ നിന്ന് കിട്ടി? നിന്റെ കാത് എവിടെ നിന്ന് കിട്ടി? നിന്റെ ഹൃദയം എവിടെ നിന്ന് ലഭിച്ചു? ഈ കഴിവുകളൊക്കെ ഇതിന് നൽകിയവൻ ആരാണ് എന്ന് നീ ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മെ ഈ വിധത്തിൽ പ്രപഞ്ചത്തിലേക്ക് വിട്ടത്. എന്നിട്ട് ഈ കാതും കണ്ണും ഹൃദയവും ഉൾക്കൊള്ളുന്ന കഴിവുകൾക്കെല്ലാം ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി അവൻ നൽകിയതാണ്. നമ്മുടെ എല്ലാ കഴിവും ഈ വിധത്തിൽ അല്ലാഹു നമുക്ക് നൽകിയത് ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഈ കണ്ണ് അല്ലാഹുവിന് നന്ദി ചെയ്യാനാണ്. ഈ കാത് അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാം അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് നന്ദി ചെയ്യൽ? റബ്ബ് സുബ്ഹാനഹു വ തആലയാകുന്ന യജമാനനായ റബ്ബാണ് നമുക്കിത് തന്നവൻ. ലോകത്ത് ഒരു സൃഷ്ടിക്ക് ഇത് തരാൻ കഴിയില്ല. ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു തരാൻ ഭൗതിക ശാസ്ത്രത്തിന് സാധ്യമല്ല. നമ്മുടെ കണ്ണ് പോയി നോക്കണം, അപ്പോഴേ അതിന്റെ ബഹുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വസ്തുവിന്റെ ബഹുമാനം മനസ്സിലാക്കൽ അതിന്റെ വിദ്യകൊണ്ടാണ്. ആ വസ്തുവിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ വിദ്യ, അതിന്റെ
എന്താണ് ഈ വസ്തുക്കളുടെയൊക്കെ കഴിവ്, അതിന്റെ ബഹുമാനവും? ഞങ്ങളുടെയൊക്കെ സ്നേഹിതനും ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകൾക്ക് 2 വയസ്സ് പ്രായമായ സമയത്ത് ഒരു അസുഖം തുടങ്ങി. വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയില്ല. ഇതാണ് അസുഖം. വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയില്ല. രാത്രി കൂരിരുട്ടിൽ കണ്ണു തുറക്കാം. അതുകൊണ്ടെന്താ കാര്യം? അതുകൊണ്ടെന്ത് പ്രയോജനം? പല ഡോക്ടർമാരെയും കാണിച്ചു. വിശാലമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. പരിസരത്ത് ഡോക്ടറെ കാണിച്ചു. കണ്ണിൽ രക്തമിറങ്ങുന്ന ഒരു ചൂടുകാലത്തുണ്ടാകുന്ന അസുഖമുണ്ടല്ലോ, ചെങ്കണ്ണ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, മലപ്പുറത്തൊക്കെ. അതാണെന്ന് വിചാരിച്ച് മരുന്ന് കൊടുത്തു ഡോക്ടർ. ഒരാഴ്ച കഴിച്ചിട്ട് രോഗം ഭേദമായില്ല. വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് മധുരയിൽ പോകണം. അവിടെ കണ്ണിന്റെ പ്രത്യേകമായൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ തന്നെ പോകണം. ഈ പണ്ഡിതനായ ഈ ചെറുപ്പക്കാരൻ, ഈ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു, മധുര വരെ പോകുന്നത് എന്നെ സംബന്ധിച്ച് പ്രയാസമാണ്. ഞാൻ കോയമ്പത്തൂരിൽ പോയിക്കോളാം. പോരാ, അവിടെ ഇതിന് ചികിത്സയില്ല, നിങ്ങൾ അവിടെ തന്നെ പോകും. ഒരുപാട് പാടുപെട്ട് പ്രയാസപ്പെട്ട് ഈ പണ്ഡിതൻ 2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് മധുരയിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ ഒരുപാട് പരിശോധനകൾ നടത്തി. അവസാനം ഒരു തുള്ളി മരുന്ന് കൊടുത്തു. 1 മണിക്കൂർ ഇടവിട്ട് കണ്ണിൽ മരുന്നിട്ടിച്ചുകൊണ്ടിരിക്കണം. 1 മണിക്കൂർ ഇടവിട്ട് കണ്ണിൽ ഇട്ടിച്ചുകൊണ്ടിരിക്കണം. 2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിന്റെ കണ്ണിൽ ഓരോ മണിക്കൂറിലും ഉമ്മ മരുന്നിറ്റിക്കുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഈ കുട്ടിയും വിഷമിച്ചു, ഉമ്മയും വിഷമിച്ചു. ഓരോ മണിക്കൂറിലും കണ്ണിൽ തുള്ളി മരുന്നിറ്റിച്ചാൽ മാത്രമേ കണ്ണു തുറക്കാൻ കഴിയൂ. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് നീണ്ടു. കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ കുറെ പരിശോധനകളും പഠനങ്ങളും നടത്തി. ഇപ്പോൾ ആ കുട്ടിക്ക് 8 വയസ്സ് പ്രായമാണ്. ഒരു ദിവസം 3 പ്രാവശ്യം ഇപ്പോൾ ഇറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം ഇറ്റിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ഈ കുട്ടിക്ക് പിടിപെട്ട രോഗമെന്നോ? മധുരയിലെ ഉയർന്ന ഡോക്ടർമാർ പറയുന്നത്, ഇത്തരം കേസുകൾ ഞാൻ ആദ്യമായി കാണുകയാണ്. ജന്മനാ കണ്ണ് തുറക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ ഒരുപാട് ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. കുറെ കാലം കണ്ണ് തുറക്കാൻ കഴിയും, പിന്നെ തുറക്കാൻ പറ്റാതെയായത് ആദ്യത്തെ അനുഭവമാണ്. ഇതിന് കാരണം എന്താണെന്നോ? ഈ കണ്ണ് തുറക്കാൻ കഴിയാത്തതിന്റെ കാരണം ഈ കുഞ്ഞിന് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അച്ചവനെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമൊന്ന് ചിന്തിച്ചേ. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹമൊന്ന് ചിന്തിച്ചേ. സഹോദരങ്ങളെ, ഈ കുഞ്ഞിന് എങ്ങനെയാണ് ഈ രോഗം വന്നത്? 2 വയസ്സിന് മുൻപ് ഈ കുട്ടിക്ക് കൊടുത്ത ഏതോ ഒരു മരുന്നിന്റെ റിയാക്ഷനാണ് ഈ കുഞ്ഞിന്റെ കണ്ണുനീര് വറ്റിച്ചു കളഞ്ഞത്. ഏതോ രോഗത്തിൽ നാം കഴിക്കുന്ന, ഒരുപക്ഷെ നാം കഴിക്കുന്ന മരുന്ന് നമ്മുടെ കണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീര് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചമുള്ള സമയത്ത് കണ്ണു തുറക്കാൻ കഴിയാത്ത ഗൗരവമായ ഒരവസ്ഥ നമുക്ക് വരുന്നത് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കണ്ണിന്റെ വലിപ്പം മനസ്സിലാക്കിയോ നിങ്ങൾ? എന്തിനാണ് അല്ലാഹു ഈ കണ്ണ് നൽകിയത്? ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി. അല്ലാഹു നമുക്ക് നാവ് നൽകിയത് എന്തിനാണ്? അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി. അല്ലാഹു നമുക്ക് കാത് നൽകിയത് അവന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് സർവസ്വവും, കൈയും കാലും ഹൃദയവും എല്ലാം അല്ലാഹു നമുക്ക് നൽകിയത് അവന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് അവന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നന്ദി ചെയ്യുക. അത് നാം കേട്ട് പരിചയമുള്ളതാണ്. ഇതുപോലൊരു ഫംഗ്ഷൻ തയ്യാറാക്കി പരിപാടി അവസാനിച്ച് തിരിച്ചു പോകുമ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറികളോ സ്റ്റേജിൽ കയറി വന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൽ സംബന്ധിച്ച ഉസ്താദുമാർക്കും ഈ സദസ്സിൽ വന്ന എല്ലാ സഹോദര സഹോദരിമാർക്കുമൊക്കെ
ഞങ്ങൾ നന്ദി പറയുന്നു എന്ന ഒരു വാക്ക് നമുക്ക് കേട്ടു പരിചയമുണ്ട്. അതാണോ അള്ളാഹുവിനോട് പടച്ചവനെ നീ എനിക്ക് കണ്ണില്ലാത്ത അവസ്ഥയിൽ എനിക്ക് കണ്ണ് തന്നു, എനിക്ക് കാണാനുള്ള കഴിവ് തന്നു, മറ്റൊരാൾക്കുമില്ലാത്ത പല അനുഗ്രഹങ്ങളും നീ എനിക്ക് നൽകി, അതുകൊണ്ട് അല്ലാഹ് നിനക്ക് നന്ദി. അത് മതിയോ? പോരാ. അള്ളാഹു നമുക്ക് നാവ് നൽകിയതിന് അല്ലാഹുവേ നിനക്ക് നന്ദി ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല. പിന്നെയോ എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ട്. നമ്മുടെ കണ്ണിനും കാതിനും നമ്മുടെ കേൾവിക്കും നമ്മുടെ കൈകാലുകൾക്കും എന്തെല്ലാം കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ റബ്ബ് നമുക്ക് നൽകുന്ന സമീപ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് കണ്ണ് തരുന്നു, ആ കണ്ണുകൊണ്ട് നീ നല്ലതേ കാണാവൂ, നീ നല്ലതല്ലാത്തത് കാണരുത്, ചീത്ത കാണരുത്. നീ നിന്റെ നാവ് കൊണ്ട് നല്ലതേ പറയാവൂ, നല്ലതല്ലാത്തത് പറയരുത്. നിന്റെ കാതുകൊണ്ട് നല്ലതേ കേൾക്കാവൂ, നല്ലതല്ലാത്തത് നിന്റെ കാതുപയോഗിച്ച് നീ കളിക്കരുത്. നിന്റെ കൈകാലുകളെ കൊണ്ട് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അനാവശ്യമായത് നിന്റെ കൈകാലുകളെ കൊണ്ട് നീ ചെയ്യരുത്, അസ്ഥാനത്ത് ഉപയോഗിക്കരുത് എന്ന ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഈ കഴിവുകളൊക്കെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. കണ്ണ് വരുമ്പോൾ വ്യവസ്ഥ വെച്ചു, കാത് വരുമ്പോൾ വ്യവസ്ഥ വെച്ചു, ഹൃദയം വരുമ്പോ നാവ് വരുമ്പോ അള്ളാഹു വ്യവസ്ഥ വെച്ചു. ഈ നാവ് കൊണ്ട് എനിക്ക് പൊരുത്തമുള്ളതിൽ മാത്രമേ വിനിയോഗിക്കാവൂ, എനിക്ക് പൊരുത്തമില്ലാത്തതിൽ നീ വിനിയോഗിക്കരുത്. ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നാം ഒക്കെയും. അത് പാലിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുകളാകുന്ന നമ്മുടെ അവയവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്തതായി തീരുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കണ്ണ് നൽകിയ അല്ലാഹുവിന് നന്ദികേടായി അവന് പൊരുത്തമില്ലാത്ത ഒന്ന് കാണാൻ ഒരു ഈമാനുള്ള ഹൃദയത്തിന് സാധ്യമാണോ? അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതിൽ കണ്ണ് ഉപയോഗിക്കാൻ? അത് നന്ദികേടല്ലേ? നന്ദികേടല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാവ് അല്ലാഹു തആല തരുന്നു, ആ നാവ് കൊണ്ട് നീ നല്ലതേ പറയാമോ, നീ നല്ലതല്ലാത്തത് പറയരുത് എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയും ആ കൽപ്പന ശിരസാവഹിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്ത നാം കൊണ്ട് ഒരു ഹറാമ് പറയുന്നുവെങ്കിൽ നാവിന് കഴിവ് തന്ന റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരമല്ലേ, നന്ദികേടല്ലേ? അത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് എങ്ങനെ നമുക്ക് ഹറാമ് കാണാനും പറയാനും കേൾക്കാനും കഴിയുന്നു? അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും? പടച്ച റബ്ബിന്റെ നിഅമത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട്, അവൻ ചെയ്തു തന്ന അനുഗ്രഹം ഉൾക്കൊള്ളാത്തത് കൊണ്ട് നാം അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നു. അല്ലാഹു നൽകിയ നിഅമത്തിന്റെ ബഹുമാനം നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അല്ലാഹു ഇഷ്ടമില്ലാത്തത് അതിലേക്ക് നാം ഉപയോഗിക്കില്ല. പടച്ചവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹദറത്തിൽ ഒരു മനുഷ്യൻ വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഇയാൾ വന്നിട്ട് പറയുന്നു, സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എനിക്കാണെങ്കിൽ അല്ലാഹു ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ലോകം മുഴുവനും അടക്കി രാജാവാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നു, എനിക്ക് അല്ലാഹു ഒരു അനുഗ്രഹവും തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വല്ലതും തരണം. സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് കാണാതെ പോകുന്നതാണ്, അയാൾ അവന്റെ തഖ്വയിലേക്ക് കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ നിനക്ക് 50,000 സ്വർണ്ണനാണയം തരാം. ഇതൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷമായി. എനിക്ക് ഒന്നുമില്ല, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് പരാതിയുമായി എന്നെ ഒന്ന് സഹായിക്കണേ എന്ന അഭ്യർത്ഥനയുമായി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹദറത്തിൽ വന്ന ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയിൽ നിന്ന് 50,000 സ്വർണ്ണനാണയം കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ സന്തോഷം വരില്ലേ? പക്ഷേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി വിട്ടില്ല. സന്തോഷിക്കാൻ വരട്ടെ, 50,000 സ്വർണ്ണനാണയം ഞാൻ തരും എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ സന്തുഷ്ടനാണ്. ആ 50,000 സ്വർണ്ണനാണയത്തിന് പകരം
എനിക്കൊരു ഡിമാൻഡുണ്ട്, നിന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തരണം. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഞാൻ അല്ലാഹുവിന്റെ നബിയല്ലേ, എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പടച്ചവനെ, യാതൊരു കഴിവുമില്ലാതെ എന്റെ ഹദറത്തിൽ വന്ന ഈ മനുഷ്യന് 50,000 സ്വർണ്ണനാണയം ഞാൻ കൊടുത്തപ്പോൾ ഇയാൾ വലിയ ധനാഢ്യനായി മാറിയിരിക്കുകയാണ്, സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നീ അങ്ങ് പിൻവലിക്കണമെന്ന് ഞാൻ ദുആ ചെയ്യും. അയാൾ കണ്ണുപൊട്ടനായി മാറും, കുരുടനായി മാറും. എന്റെ 50,000 സ്വർണ്ണനാണയം പിടിച്ചോ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നതെങ്കിൽ ആ സ്വർണ്ണനാണയം എനിക്ക് വേണ്ട, എനിക്കെന്റെ കണ്ണ് മതി. ശരി, ഇരിക്കട്ടെ, ഞാനത് ദുആ ചെയ്യുന്നില്ല. 50,000 സ്വർണ്ണനാണയത്തിന്റെ കിറ്റും പിടിച്ച് നീ പോകുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ, ഈ മനുഷ്യന്റെ കാലിന്റെ കഴിവ് നീ അങ്ങ് പിൻവലിക്കണേന്ന്. നീ ചെവിടുവട്ടനായി തിരിച്ചു പോകും. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പ്രവാചകനായ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. പിടിച്ചോ 50,000. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം എന്റെ കാതിന്റെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നതെങ്കിൽ ആ സ്വർണ്ണനാണയം എനിക്ക് വേണ്ട, എന്റെ കാത് തന്നെ മതി. ശരി, ഞാൻ അതും ദുആ ചെയ്യുന്നില്ല. മൂന്നാമത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്റെ ഹദറത്തിലേക്ക് നടന്നു വന്നപ്പോൾ സുന്ദരമായ 2 കാര്യം നടന്നാണ് വന്നത്. ഒരു ഗതിയുമില്ലാതെ എന്റെ സാന്നിധ്യത്തിലേക്ക് വന്നപ്പെട്ട നീ എന്നോട് പരാതി പറഞ്ഞ് സഹായാഭ്യർത്ഥന നടത്തിയപ്പോൾ 50,000 സ്വർണ്ണനാണയം ഞാൻ നിനക്കെടുത്തു തരുന്നത് വെറുതെയല്ല. ആ കാലിന്റെ കഴിവ് നഷ്ടപ്പെടാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കും. 50,000 സ്വർണ്ണനാണയം പിടിച്ചോ. നീ ഇപ്പോൾ സമ്പൽ സമൃദ്ധനാണ്. ആ കാലിന്റെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ട് നടന്നു പോകാൻ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേട് വരും. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, ആ കാലിന്റെ കഴിവ് എനിക്ക് തന്നേക്ക്. ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ പറഞ്ഞു, സുലൈമാൻ നബിയെ, നിങ്ങളുടെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം എന്റെ കാല് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ സ്വർണ്ണനാണയം എനിക്ക് വേണ്ട. ഇത്രയും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലയോ മനുഷ്യ, അല്ലാഹു എനിക്ക് ഒന്നും തന്നിട്ടില്ലെന്നും പറഞ്ഞല്ലേ നീ വന്നത്? എന്റെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചില്ല. നിനക്ക് നിന്റെ കണ്ണ് മതി. എന്റെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം നിന്റെ കാതിന്റെ കേൾവി നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. നിനക്ക് നിന്റെ കാത് മതി. എന്റെ 50,000 സ്വർണ്ണനാണയത്തിന് പകരം നിന്റെ കാല് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. എന്റെ 50,000 സ്വർണ്ണനാണയത്തേക്കാൾ നീ വില കൽപ്പിക്കുന്ന നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? എന്റെ 50,000 സ്വർണ്ണനാണയത്തേക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാതിന്റെ കഴിവ്, നിന്റെ ചെവിയുടെ കഴിവ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്റെ 50,000 സ്വർണ്ണനാണയത്തേക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാലിന്റെ കഴിവ് അതെവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ വില ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്നു. അയാൾ സുജൂദിൽ വീട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, സുലൈമാൻ നബിയെ, ഇരുളടഞ്ഞ ഹൃദയമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത്. ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ പ്രകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഒന്നും നിങ്ങൾ തരേണ്ട. അല്ലാഹു എനിക്ക് ധാരാളം തന്നിട്ടുണ്ട്. അതിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒന്നും വാങ്ങാതെ തിരിച്ചുപോയി. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ, അതിന്റെ ബഹുമാനവും നിലയും വിലയും നാം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കണ്ണുകൊണ്ടും നാവുകൊണ്ടും കാതുകൊണ്ടും കാലുകൊണ്ടും എല്ലാ അവയവങ്ങളെ കൊണ്ടും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങാനും വല്ല തകരാറും സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് പടർന്നു പിടിച്ച ഒരു മാരക രോഗമല്ലേ ഹാർട്ട് അറ്റാക്ക്. അല്ലാഹു നമ്മെയും കുടുംബത്തെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഈ രോഗത്തിന്റെ ഗൗരവം? നമ്മുടെ ഹാർട്ടിന്റെ സ്ഥിതി എന്താണ്? ഒരു മിനിറ്റിൽ 80-82 വരെ അടിച്ചുകൊണ്ടിരിക്കും.
സാധാരണ ഒരു മനുഷ്യൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വാച്ചിലേക്ക് നോക്കിയാൽ അറിയാം ഒരു മിനിറ്റ് പൂർത്തിയാകുമ്പോഴേക്ക് നമ്മുടെ ഹാർട്ട് എത്ര പ്രാവശ്യം അടിക്കുന്നു എന്ന്. ഒരു മിനിറ്റിൽ 80-82 ശരാശരി ഒരു മനുഷ്യന്റെ ഹാർട്ട് റേറ്റ് 80-82 പ്രാവശ്യം വരെ അടിക്കുമെങ്കിൽ ഒരു സെക്കൻഡിൽ 1 പ്രാവശ്യം അടിക്കുന്നു. ഒരു പ്രാവശ്യം നമ്മുടെ ഹാർട്ട് അടിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നത് 6 ക്യൂബിക്സ് രക്തം വേണമെന്നാണ്. ഒരു ക്യൂബിക് രക്തം എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി, 1 ഇഞ്ച് ആഴമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന രക്തം. അങ്ങനെ 6 ക്യൂബിക് രക്തമുണ്ടെങ്കിലേ ഒറ്റ പ്രാവശ്യം ഈ ഹാർട്ട് അടിക്കുകയുള്ളൂ. ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ 24 മണിക്കൂർ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ എത്ര രക്തം വേണ്ടി വരും? വൈദ്യശാസ്ത്രം പറയുന്നത് 2500 ഗാലൻസ് രക്തം വേണമെന്നാണ്. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 5 കുപ്പിയാണ്. അപ്പൊ 24 മണിക്കൂർ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ 2500 ഗാലൻസ് രക്തം വേണം. ഒരു പഞ്ചായത്ത് ഏറിയായാലും ഒരു വെള്ളം ടാങ്കിൽ നിൽക്കുന്ന അത്രയും രക്തം. ഒരു കാർ ഓടുന്നതിൽ കൂടുതൽ ചെലവായി മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ. ഒരു കാർ വാങ്ങുമ്പോൾ മൈലേജ് എത്ര കിട്ടും അന്വേഷിക്കില്ലേ? കാർ ഓടുന്നതിൽ കൂടുതൽ ചെലവാ മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ. 10 കുപ്പി കാണോ ശരീരം ഊറ്റിയെടുത്താൽ? പിന്നെ അതില്ലാതെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹാർട്ടാണ് ശരീരത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം മലിനമാകുമ്പോൾ ഹാർട്ടിൽ നിന്ന് വരുന്ന രക്തം ശരീരത്തിന്റെ പരഭാഗങ്ങളിൽ ഈ ചെറിയ നരമ്പിലൂടെ കഴിഞ്ഞ് സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി വീണ്ടും ഹാർട്ടിന്റെ സമീപത്തേക്ക് വരുമ്പോൾ മലിനമായ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഹാർട്ടിന്റെ സമീപത്ത് അല്ലാഹു ഒരു ശുദ്ധീകരണ ഫാക്ടറി സ്ഥാപിച്ചു. ആ ശുദ്ധീകരണ ഫാക്ടറി മലിനമായ രക്തത്തെ ശുദ്ധീകരിക്കുന്നു, ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു. വീണ്ടും ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം മലിനമായി കൊണ്ട് തിരിച്ചു വരുമ്പോ ഈ ശുദ്ധീകരണ ഫാക്ടറി ശുദ്ധീകരിക്കുന്നു, ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു. അങ്ങനെ 24 മണിക്കൂറും 360 ദിവസവും 60, 70, 80 കൊല്ലക്കാലം യാതൊരു ആപത്തും വരാതെ കേടുപാട് സംഭവിക്കാതെ പരിവാരത്തെ നിയന്ത്രിച്ച് സംരക്ഷിച്ചു പോരുന്ന നാഥനായ റബ്ബിനെ എത്ര സുജൂദ് ചെയ്താലും മതിയാകുമോ സഹോദരങ്ങളെ? ഈ ഹാർട്ടിന്റെ അടി അങ്ങ് നിന്നു നോക്കി. അറ്റാക്ക് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ഓക്സിജൻ കൊടുത്തു. അദ്ദേഹത്തെ ഇടിച്ചു മുറിച്ച് പലതും ചെയ്ത് തനിക്കാൻ ശ്വാസം തിരിച്ചു കിട്ടി. ഹാർട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു. ആ കൊണ്ടുപോയ സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ കിടന്നു ഒരാഴ്ച. ആ പ്രത്യേകമായ ക്ലാസ് റൂമിൽ തന്നെ ഡോക്ടർമാരുടെ പരിപൂർണ ശിക്ഷണത്തിൽ അയാൾ കിടക്കുകയാണ്. ഒരാഴ്ച ഭക്ഷണമില്ലാതെ ഡോക്ടർമാർ നൽകുന്ന മരുന്ന് മാത്രം കഴിച്ച് പ്രത്യേക റൂമിൽ അയാൾ കിടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസം പറഞ്ഞുകൊണ്ട് സമീപത്ത് തന്നെയുള്ള ഒരു പ്രത്യേക റൂമിലേക്ക് മാറ്റി. 15 ദിവസം ഈ 2 സ്ഥലത്ത് കൂടി അങ്ങ് കഴിഞ്ഞു. എന്നാലും വീട്ടിൽ പോരാറായിട്ടില്ല. അവിടെ നിന്ന് ഒരു പൊതുബെഡിലേക്ക് മാറ്റി. എന്നാലും നിയന്ത്രണം. മക്കളോ ഭാര്യയോ കുടുംബാദികളോ സ്നേഹിതന്മാരോ ഗുരുനാഥന്മാരോ വന്നാലും സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റില്ല. ഡോക്ടർമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ. അങ്ങനെ നിയന്ത്രിക്കപ്പെട്ട ജീവിതം. ഇഷ്ടാനുസാരം ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാം നിയന്ത്രണം. ഒരു മാസക്കാലം ഹോസ്പിറ്റലിലങ്ങ് കഴിഞ്ഞുകൂടിയയാൾ വീട്ടിലേക്ക്. ആ ഹോസ്പിറ്റലിന്റെ പഠിച്ച വിട്ടിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മോട് ആ ഡോക്ടർക്കൊരു നിർദ്ദേശമുണ്ട്. സഹോദരാ, ഈ രോഗം ഇനി നിനക്ക് വരരുത് എന്ന് നിനക്ക് ഉദ്ദേശമുണ്ടോ? തീർച്ചയായും വരരുത്. എന്നാൽ ഞാൻ പറയുന്ന നിബന്ധന നീ അംഗീകരിക്കണം. നിന്റെ ഹാർട്ടിന് രോഗം ബാധിക്കരുത്, അത് എന്നും നിലനിൽക്കണമെന്ന അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഡിമാൻഡ് നീ അംഗീകരിക്കണം. അതെന്താണ്? നീ കൂടുതൽ ഉറക്കമൊഴിക്കരുത്, അമിതമായി ശബ്ദിക്കരുത്, ഭാരമുള്ള സാധനമെടുത്ത് പൊക്കരുത്, ഉയരമുള്ള സ്ഥലത്ത് നീ കയറി നിൽക്കരുത്, ഒരു കെട്ടിടത്തിന്റെ മുകളിലൊന്നും ഒറ്റയ്ക്ക് നീ കയറി നിൽക്കരുത്, ദീർഘമായ യാത്ര ചെയ്യരുത്, ഒറ്റയ്ക്ക് നീ സഞ്ചരിക്കരുത്,
നീ കൊഴുപ്പേറിയ ആഹാരം തിന്നരുത്, ദ്രുതഗതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കരുത്, ടെൻഷൻ അടിക്കരുത്. ഇങ്ങനെ തുടങ്ങിയ 100 കൂട്ടം നിർദ്ദേശങ്ങളുടെ പട്ടികയും എഴുതി വാങ്ങി ആ ഹോസ്പിറ്റൽ പഠിച്ച വിട്ടിറങ്ങി വീട്ടിലേക്ക് പോരുമ്പോ അദ്ദേഹം ഒരു മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഒരു ഗുളിക എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് നിത്യവും മുടങ്ങാതെ കഴിക്കണം. എപ്പോൾ കഴിക്കണം? രാത്രി 12 മണിക്കെന്ന് വെച്ചോ. ഉദാഹരണത്തിന് വേണ്ടി ഡോക്ടർ പറയുന്നു രാത്രി 12 മണി സമയത്ത് നീ മുടങ്ങാതെ കഴിക്കണം. എത്ര കാലം കഴിക്കണം? അത് നിർത്താൻ പറ്റില്ല, നീ മരിക്കുന്നത് വരെ കഴിക്കണം. സങ്കല്പിക്കൂ സഹോദരങ്ങളെ, ഇത് സാധാരണ നാം കണ്ടുവരുന്നതല്ലേ? ഈ രോഗിയായ മനുഷ്യൻ തന്റെ വീട്ടിൽ വന്നാൽ നല്ലൊരു ഭക്ഷണം അയാൾ കഴിക്കില്ല. ഒരു സദ്യയിൽ കല്യാണത്തിനോ വിവാഹത്തിനോ സൽക്കാരങ്ങൾക്കോ പങ്കെടുക്കുമ്പോൾ നല്ല ഒരു ഭക്ഷണം ആ മനുഷ്യൻ കഴിക്കില്ല. കാരണം എന്താണ്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിക്കരുത്. രാത്രി അതിപ്രധാനമായ നിഗ്രഹത്തെയാവട്ടെ വളവാവട്ടെ സ്വന്തം വീട്ടിൽ തന്നെ ആവട്ടെ എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടി വരുമ്പോ 10 മണിയായാൽ അയാളെ കാണില്ല. കാരണം എന്താണ്? ഉറക്കമഴിക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എല്ലാ പരിപാടിയും റദ്ദ് ചെയ്യൂ. അദ്ദേഹം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നു. എത്രയോ നല്ല നല്ല കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയിരുന്ന മനുഷ്യൻ, ദീർഘയാത്ര ചെയ്തിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കാർ അയാൾ തന്നെയാണ് ഓടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡ്രൈവറെ വെച്ചു, കൂട്ടിനൊരാളെ വിളിച്ചു, ദീർഘയാത്രകളെല്ലാം കട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സ്വീകരിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതിക ലോകത്ത് താൽക്കാലികമായി ഉണ്ടായ ഒരു ശമനം, ഇതുവരെ അയാളുടെ ശരീരത്തിന് കേടുപാട് സംഭവിക്കാതെ സംരക്ഷിക്കപ്പെട്ട ഹാർട്ടിന് ഇപ്പോൾ ചെറിയ രോഗം വന്നപ്പോൾ താൽക്കാലികാശ്വാസം നൽകിയ ഈ ഡോക്ടറുടെ വാക്ക് ഇത്രമാത്രം നാം മുറുകെ പിടിച്ച് സ്വീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം നിത്യസംഭവമായി കാണുന്നതാണെങ്കിൽ എത്രയോ കാലം ഇതിന് ആപത്ത് വരാതെ കേടുപാടുകളില്ലാതെ സംരക്ഷിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ചു പോന്ന നാഥനായ റബ്ബിനു വേണ്ടി ഈ ഡോക്ടറോട് കാണിച്ച സ്നേഹത്തിന്റെ 1% നാഥനായ റബ്ബിനോട്, അല്ലാഹുവിനോട് നാം കാണിക്കുന്നില്ല. വെറുതെ പറയുകയല്ല, അല്ലാഹുവിനോട് ഈ ഡോക്ടറോട് കാണിച്ച സ്നേഹത്തിന്റെ 1% കാണിക്കുന്നില്ല. എന്താണ് എന്ന് പറയാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ, ഇദാ തസഅഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് കേട്ട മനുഷ്യൻ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പോൾ വീണ്ടും തുമ്മിയവൻ യഹ്ദീകുമുല്ലാഹു വയസ്ലിഹു ബാലക്കും എന്ന് പറയണം. എന്തിനാ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? എന്തിനോ ആവട്ടെ റസൂലുള്ളാഹി കൽപ്പിച്ചു, അതുകൊണ്ട് പറയുന്നു. 1ാം സ്ഥാനം അത് തന്നെ. ദീനിന്റെ എന്തൊരു കാര്യവും നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അല്ലാഹു റസൂൽ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹു ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ചെയ്യുന്നു. കാരണം നോക്കിയിട്ടല്ല നാം ഒരു കാര്യം ചെയ്യുന്നത്. കാരണം എന്തോ ആവട്ടെ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞു, അവന്റെ ഹബീബ് നമ്മോട് ചെയ്യാൻ നിർദ്ദേശിച്ചു, അതുകൊണ്ട് ചെയ്യുന്നു. എന്നാൽ ഒരാൾക്ക് കാരണം പറഞ്ഞുകൂടാ എന്നില്ല. പണ്ഡിതന്മാര് പറയുന്നു, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നത് റസൂലുള്ള പറയാൻ പറഞ്ഞത് കൊണ്ട് തന്നെ. എന്നാലും തുമ്മുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് നിന്നു പോകും. തുമ്മിക്കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ട് പ്രവർത്തിക്കും. അൽഹംദുലില്ലാഹ്. തുമ്മുന്ന സമയത്ത് നിന്നുപോയ ഹാർട്ട് തുമ്മിക്കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും പ്രവർത്തിക്കാൻ സൗകര്യം ചെയ്തു തന്നില്ലെങ്കിൽ, അല്ലാഹുവേ, ഞാൻ ഒരൊറ്റ തുമ്മൽ കൊണ്ട് മരിച്ചു പോകേണ്ടവനല്ലേ, എന്നെ അതിൽ നിന്ന് നീ സംരക്ഷിച്ചില്ലേ, ഈ തുമ്മൽ കൊണ്ട് ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതെ എന്റെ ജീവിതം വീണ്ടും നീ തുടർന്ന് തന്നില്ലേ. അൽഹംദുലില്ലാഹ്. നിനക്ക് സ്തുതി, നിനക്ക് സന്തോഷം, എല്ലാ സ്തുതിയും നിനക്കാണെന്ന ഒരു നന്ദി വാക്ക് തുമ്മിക്കഴിഞ്ഞ ഉടനെ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അത് എത്ര പ്രാവശ്യം പറയാറുണ്ട്? അതിൽ നിന്ന് മനസ്സിലാക്കുക അല്ലാഹുവിന് നമ്മൾ എത്ര നന്ദി ചെയ്യുന്നുണ്ട്. ഈ ഹാർട്ടിന് കേട് സംഭവിക്കാതെ ഇത്രയും കാലം സംരക്ഷിച്ച
ഒരു നന്ദി പറയാൻ നമുക്ക് സാധ്യമല്ല. ഡോക്ടർ എന്ത് നിർദ്ദേശം വെച്ചാൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവി എല്ലാം അല്ലാഹു തന്നത് ലഅല്ലകും തശ്കുറൂൻ, അല്ലാഹുവിനെ നന്ദി ചെയ്യാൻ വേണ്ടിയാകുന്നു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ കണ്ണിനെ കുറിച്ച് അല്ല ചോദിക്കും, ഈ നാവിനെ കുറിച്ച് അല്ല ചോദിക്കും, നമ്മുടെ കേൾവിയെ കുറിച്ച് ചോദിക്കും, നമ്മുടെ ഹൃദയത്തെ കുറിച്ച് ചോദിക്കും, എല്ലാം അല്ല ചോദിക്കും. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ എന്തായിരിക്കുന്ന അതിന് മറുപടി പറയുക. എന്താണ് പറയാൻ നമുക്കുള്ളത്? ഈ കണ്ണുകൊണ്ട് കുറെ ഹറാമ് നാം ദർശിച്ചു, നമ്മുടെ കാതുകൊണ്ട് കുറെ ഹറാമ് നാം കേട്ടു, നമ്മുടെ ഹൃദയം കൊണ്ട് കുറെ ഹറാമിന് വേണ്ടി നാം സൂക്ഷിച്ചു, നമ്മുടെ കൈകാലുകളെ കൊണ്ട് റബ്ബിന് തൃപ്തിയില്ലാത്തത് ചെയ്തു. അല്ലാഹുവിന് നന്ദി ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. നന്ദികേട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നാഥനായ റബ്ബിന് നന്ദികേട് മാത്രമാണ് നമ്മുടെ ജീവിതം. ഇത് സൂക്ഷിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ അത്യാവശ്യമായി പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കാരണം. ഒന്നുകൂടി നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി, ഹാറൂൻ റഷീദ് വലിയ രാജാവായ ചക്രവർത്തിയാണ്. ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ വന്നു. ഇബ്നു സമ്മാക്ക് വാഴിദും പണ്ഡിതനും മുത്തഖിയും സൂഫിയുമാണ്. സദസ്സിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നു. ഹാറൂൻ റഷീദ് ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, പ്രജകളുമായി ചർച്ച ചെയ്തുകൊണ്ട് പീഠത്തിലിരിക്കുകയാണ്. യാതൊരു കോലാഹലങ്ങളുമില്ലാതെ ഒരു മുട്ടുസൂചി വീടാൽ കേൾക്കും വിധം നിശ്ചലമായ സദസ്, വളരെ അച്ചടക്കമുള്ള സദസ്. അതാ ഹാറൂൻ റഷീദ് എന്ത് കൽപ്പിക്കുന്നുവോ അതപ്പടി സ്വീകരിക്കാൻ സന്നദ്ധരായ പ്രജകൾ. എന്താവശ്യമാണോ തന്റെ പ്രജകളിൽപ്പെട്ട ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ മഹാരാജാവ് സംസാരത്തിനിടയിൽ പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. പറയേണ്ടതാണോ തന്റെ പ്രജകളിൽപ്പെട്ട ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ വെള്ളം കൊണ്ടുപോയി കൊടുക്കും. ആ വെള്ളത്തിന്റെ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു കയറി വന്നു. ഹാറൂൻ റഷീദ് ഈ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഇബ്നു സമ്മാക്ക് തങ്ങളാണ്. ഹാറൂൻ റഷീദ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു, കസേര ഇട്ട് കൊടുത്തിരുത്തി, ബഹുമാനത്തോടുകൂടി ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തി ഹാറൂൻ റഷീദ് സംസാരിക്കുകയാണ്. പണ്ഡിത വർഗത്തിന് ബഹുമാനം കൽപ്പിച്ച കാലമാണല്ലോ അന്ന്. രാജാക്കളാൽ രാജാവ് ഇരുത്തി അഭിമുഖമായി സംസാരിക്കും. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രജകളുമായി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ബഹുമാനമുള്ള പ്രജകൾ! താങ്കളോട് എന്ത് സ്നേഹവും ബഹുമാനവുമാണ് അവർക്ക്. താങ്കൾ എന്ത് ആവശ്യപ്പെടുന്നോ താങ്കളുടെ പ്രജകളിൽപ്പെട്ട ഉന്നതന്മാരായ ഉദ്യോഗസ്ഥർ തന്നെ നിർവഹിക്കും. താങ്കൾ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ സന്നദ്ധരായ ഉദ്യോഗസ്ഥന്മാർ. നിങ്ങൾക്കിപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു പ്രതിഫലവും വാങ്ങാതെ ഒരു ഗ്ലാസ് വെള്ളം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. ഇതിന് താൻ പ്രതിഫലം കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല. മഹാരാജാവേ, രാജ്യത്ത് എവിടെയും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു എന്ന് സങ്കല്പിക്ക്. മഹാരാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യത്ത് പല ജനങ്ങളും മരിച്ചു വീഴാൻ തുടങ്ങി. കടുത്ത വരൾച്ച ബാധിച്ച് പലരും വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന കൂട്ടത്തിൽ മഹാരാജാവും മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കിട്ടാനില്ല. രാജാവിന് ബോധ്യപ്പെട്ടു, ഇപ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ മരിച്ചു പോകും. എന്റെ മരണം സുനിശ്ചിതമാണ്. എന്റെ കൺമുമ്പിൽ എന്റെ മരണം എത്തിയിട്ടുണ്ട്. ഈ മരണത്തെ ഉറപ്പിച്ചിരിക്കുന്ന മഹാരാജാവ്, വെള്ളമില്ലാതെ രാജാവ് മരണപ്പെടാൻ പോകുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ രാജ്യം മുഴുവനും പടർന്നു പിടിച്ചു. ഏതോ ഒരു പാവപ്പെട്ട സാധു മനുഷ്യൻ തന്റെ വീട്ടിൽ സൂക്ഷിച്ച ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാരാജാവിന്റെ സമീപത്തെത്തിയിട്ട് പറയുന്ന, മഹാരാജാവേ, അങ്ങ് മരിച്ചു പോകരുത്.
അടിയങ്ങൾക്ക് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി താങ്കൾ ഇനിയും ജീവിക്കണം, മഹാരാജാവ് മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി സൂക്ഷിച്ച വെള്ളമാണ്. ഈ വെള്ളം അങ്ങ് കുടിച്ചവിടെന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ താങ്കൾ അത് വാങ്ങി കുടിക്കുമോ? തീർച്ചയായും ഞാൻ കുടിക്കും. രാജാവേ, അയാൾ വല്ല പ്രതിഫലവും ചോദിച്ചാലോ? ഹാറൂൻ റഷീദ് നീതിക്ക് വില കൽപ്പിക്കുന്നവനാണ്. അയാൾ പ്രതിഫലം ചോദിച്ചാൽ ഞാനത് കൊടുക്കും. അയാൾ എന്ത് ചോദിച്ചാലും കൊടുക്കുമോ? എന്ത് ചോദിച്ചാലും കൊടുക്കും. മഹാരാജാവേ, ആ വെള്ളം അയാളുടെ കുടുംബത്തിന് വേണ്ടി സൂക്ഷിച്ച വെള്ളം താങ്കൾക്ക് തന്നുകൊണ്ട് താൻ മരണത്തിന്റെ കൺമുമ്പിലെത്തിയ, മരണത്തിന്റെ പിടിയിലെത്തിയ മഹാരാജാവ് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സാധുവായ മനുഷ്യരിൽ നിന്ന് ആ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂൻ റഷീദേ, ഞാൻ ഈ വെള്ളം താങ്കൾക്ക് തന്നിട്ട് അത് കുടിച്ച് രക്ഷപ്പെടാമെങ്കിൽ ന്യായമായ പ്രതിഫലം എനിക്ക് വേണം. എന്താണ് ആ പ്രതിഫലം? ഇന്ന് താങ്കൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ പകുതി മരണം എനിക്ക് വിട്ടു തരണം. ആ പകുതിയുടെ രാജാവായി എന്നെ നിയമിക്കണം. ബാക്കി പകുതിയുമായി താങ്കൾ മുമ്പോട്ട് വയ്ക്കോ. ആ ന്യായമായ പ്രതിഫലത്തിനല്ലാതെ ഞാൻ ഈ വെള്ളം തരില്ല എന്ന് അയാൾ പറഞ്ഞാൽ മഹാരാജാവ് താങ്കളുടെ പകുതി മരണം അയാൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ വെള്ളം വാങ്ങി കുടിക്കാൻ തയ്യാറാകുമോ? മഹാരാജാവ് പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ മരണം വിട്ടുകൊടുത്ത വെള്ളം വാങ്ങി കുടിക്കും. ഞാൻ എന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ പകുതിയല്ലേ ഉള്ളൂ? അതെ, ഇപ്പൊ പകുതി വരണേ ഉള്ളൂ. ബാക്കി പകുതിയുമായി താങ്കൾ മുമ്പോട്ട് പോവുകയാണ്. അല്പസമയം കഴിഞ്ഞ് താങ്കൾക്ക് മൂത്രിക്കണമെന്നൊരു ചിന്ത. മൂത്രിക്കാൻ വേണ്ടി കക്കൂസിൽ പോയിരുന്ന രാജാവേ, മൂത്രം പുറത്തു പോകുന്നില്ല. അസഹ്യമായ വേദനയാണ്. തിരിയാനും മറിയാനും വയ്യാതെ കഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് തന്റെ മഹാരാജാവിന് എന്തെങ്കിലും മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ഈ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തോട്ട് പോയില്ലെങ്കിൽ മഹാരാജാവ് മരിക്കുമെന്നുറപ്പാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതാ മഹാരാജാവ് ഈ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തോട്ട് പോകാതെ വിഷമിച്ച് കഷ്ടപ്പെടുന്ന സമയത്ത്, താൻ മരിക്കുമെന്നുറപ്പുള്ള സമയം ആളുകൾ വന്ന് പിടികൂടുന്നു. ആത്മഹത്യക്കുള്ള ശ്രമമാണ്. കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന ബോധം നഷ്ടപ്പെട്ട് പലതും വിളിച്ചു പറയാൻ തുടങ്ങി. വസ്ത്രമെല്ലാം എങ്ങോ പോയിരിക്കുന്നു. എല്ലാ മാന്യതയും നശിച്ചു. എല്ലാ മാന്യതയും കളഞ്ഞു കുളിച്ചുകൊണ്ട് മഹാരാജാവ് മരണവെപ്രാളത്തിൽ പലതും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന സമയത്തതാ ഒരു പാവപ്പെട്ട ഡോക്ടർ വന്നിട്ട് പറയുന്നു, എന്റെ കയ്യിൽ ഒരു ഡോസ് മരുന്നുണ്ട്. ഈ മരുന്ന് അങ്ങ് കഴിച്ചാൽ ആ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തോട്ട് പോകും. ഭാവിയെക്കുറിച്ചൊന്നും ഞാൻ ഏൽക്കുകയില്ല. ഇപ്പോഴുള്ള വിഷമത്തിൽ നിന്നും താങ്കൾക്ക് രക്ഷപ്പെടാം. എന്റെ കയ്യിലുള്ള ഈ മരുന്ന് ഞാൻ അങ്ങ് തന്നേക്കാം. മുന്നിൽ കാണുന്ന മഹാരാജാവ് ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡോസ് മരുന്ന് വാങ്ങി കഴിച്ച് കെട്ടി നിൽക്കുന്ന ആ മൂത്രം ഒന്ന് പുറത്തോട്ട് പോകാൻ തയ്യാറാകുമോ? തീർച്ചയായും ഞാൻ തയ്യാറാകും. അയാൾ വല്ല പ്രതിഫലം ചോദിച്ചാലും കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. ഹാറൂൻ റഷീദേ, ആ മരുന്ന് അയാൾക്ക് താങ്കൾക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ഉള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഭാവിയെക്കുറിച്ചൊന്നും ഞാൻ ഏൽക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടറുടെ മരുന്ന് വാങ്ങി താങ്കൾ കഴിക്കണമെങ്കിൽ അയാൾ വെക്കുന്ന ഡിമാൻഡ് എന്താണെന്നോ, ഇന്ന് മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തിന്റെ ഭരണം മുഴുവനും എനിക്ക് വിട്ടുതരണം. ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് മഹാരാജാവ് എന്റെ ഭരണത്തിന് കീഴിൽ ഒരു സാധാരണ പൗരനായി കഴിയണം. ഈ ന്യായമായ പ്രതിഫലത്തിന് മാത്രമേ ഈ മരുന്ന് ഞാൻ തരികയുള്ളൂ എന്നാണ് അയാൾ നിബന്ധന വെച്ചതെങ്കിൽ മഹാരാജാവ് അംഗീകരിക്കുമോ? ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് പറഞ്ഞു, ഞാൻ നീതിക്ക് വില കൽപ്പിക്കുന്നവനാണ്. എന്റെ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടലാണ് എന്റെ ആവശ്യം. അതിന് ആ മനുഷ്യർ അയാൾക്ക് ആവശ്യമായ മരുന്ന്, അതിനാവശ്യമായ മരുന്ന് അയാൾ എനിക്ക് തരണമെങ്കിൽ ഈ ഒരു ന്യായം എന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പക്ഷം നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂൻ റഷീദ്
അയാളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്റെ ഭരണം മുഴുവനും അയാൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഒരു സാധാരണ പൗരനായി ഞാൻ ജീവിക്കുകയും ആ മരുന്ന് വാങ്ങിക്കഴിച്ച് ഞാൻ എന്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടും, ഞാനൊരു സാധാരണ പൗരനായി തുടരും. ഇത്രയും പറഞ്ഞപ്പോൾ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാറൂൻ റഷീദ് ഈ വിശാലമായ ഭൗതിക രാഷ്ട്രത്തിന്റെ ഭരണച്ചെങ്കോല് കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജകീയ പ്രൗഢി വിളിച്ചറിയിക്കുന്ന സിംഹാസനത്തിലിരുന്നു കൊണ്ട് താനൊരു കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന ബോധം ഹൃദയത്തിനുണ്ടായിക്കൊണ്ട് സർവശക്തനായ റബ്ബിനെ മറക്കണ്ട ഹാറൂനെ, നീയും നിന്റെ ഭരണവുമെല്ലാം കൂടി നീ ഇപ്പോൾ അതിന് കൽപ്പിച്ച വില എന്താണെന്നോ, ഒരു നിർണായക ഘട്ടത്തിൽ നീ ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകാൻ, ഒരു നിർണായക ഘട്ടത്തിൽ നീ ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകാൻ ഈ ഭൗതിക രാഷ്ട്രം മുഴുവൻ നീ ഇപ്പം വിട്ടുകൊടുത്തില്ലേ? എങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവനും നീ വെള്ളം കുടിക്കുന്നു, നീ ആഹാരം കഴിക്കുന്നു, നീ ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു, കുടിക്കുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും നീ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു. ഇതിനൊക്കെ നിനക്ക് സൗകര്യം ചെയ്തു തന്ന ഒരു റബ്ബ്, ഒരു അല്ലാഹുവില്ലേ? ആ അല്ലാഹുവിനെ നിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ എന്തുണ്ട്? ഓരോരുത്തരും ചിന്തിക്കുക സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ച് കിടക്കണം. ഏതെങ്കിലും ഒരു കാല് നമുക്ക് വെക്കണം. അത് ഇടതാവട്ടെ. ആദ്യം വെക്കുന്നത് ഒരു സുന്നത്ത് കിട്ടി. റമദാൻ മാസം വരാൻ പോകണം, 70 ഇരട്ടി കൂലി കൂടുതൽ കിട്ടും. കാലെടുത്ത് വെക്കുക റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ഇടത്തെ കാലെടുത്ത് വെക്കാൻ. ആ നിലക്ക് അത് എടുത്തു വെച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും. വെറുതെ കിട്ടുന്ന പ്രതിഫലം റമദാൻ മാസം 70 ഇരട്ടി പ്രതിഫലം. തിരിച്ചു പോരുമ്പോ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വെക്കേണ്ടത് വലത്തേക്കാണ്. അങ്ങ് കടക്കുന്ന സമയത്തൊരു ദിക്ർ ചൊല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. എല്ലാ പൈശാചിക ശർറുകളിൽ നിന്നും അല്ലാഹുവിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ട് കടക്കുന്നു. നാം ഇരുന്ന് മൂത്രം ഒഴിക്കേണ്ടത് എങ്ങനെയാണ്? ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. വലതുകാലിന്റെ വിരലുകൾ മാത്രം ഭൂമിയിൽ കുത്തിവെച്ച് അതിന്റെ മടമ്പ് ഭാഗം പൊക്കി ഇടതുഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരുന്നു കൊണ്ട് വലതുകാലിന്റെ വിരലുകൾ മാത്രം കുത്തുകയും മടമ്പ് ഭാഗം പൊക്കിയിരിക്കുകയും ചെയ്യണം. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഇസ്തിബ്റാ ചെയ്യണം. ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, ഫർളാണ് ചെയ്യൽ, നിർബന്ധമാണ്. സ്ത്രീകളും പുരുഷന്മാരും ചെയ്യണം. മൂത്രനാളിയിൽ മൂത്രം പുറത്തോട്ട് വരുന്ന വഴിക്ക് കെട്ടി നിൽക്കുന്ന അവശിഷ്ടങ്ങൾ ഞരമ്പിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാൻ ആവശ്യമായ പണി ചെയ്യുക എന്നതാണ് ഇസ്തിബ്റാഹ്. ചില ആളുകൾക്ക് ശബ്ദിച്ചാൽ തന്നെ ഒന്ന് തൊണ്ടയനക്കിയാൽ അതിങ്ങോട്ട് പുറത്തു വരും. ചില ആളുകൾക്കൊന്ന് തടവണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുടയണം, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോ രണ്ടടി നടക്കേണ്ടി വരും. ഇങ്ങനെ ആ കെട്ടി നിൽക്കുന്ന മൂത്രത്തിന്റെ അവശിഷ്ടം പുറത്തോട്ട് പോകാൻ ആവശ്യമായ പണി എന്താണോ അത് ചെയ്യൽ ഫർളാണ്. അത് ചെയ്യാൻ മൂത്രം പൂർണ്ണമായി പോയില്ലെന്ന് കണ്ടപ്പോൾ അത് ചെയ്യൽ ഫർളാണ്. എല്ലാ മദ്ഹബിലും വളരെ കർശനമാണ്. ശാഫിഈ മദ്ഹബനുസരിച്ച് ഇസ്തിബ്റാ ചെയ്തില്ലെങ്കിൽ മൂത്രമാണ് കെട്ടി നിൽക്കും, ഒരു തുള്ളിയെങ്കിലും ബാക്കി നിൽക്കും എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പുറത്തോട്ട് പോകാൻ ആവശ്യമായ പണി ചെയ്യൽ നിർബന്ധമാണ് സഹോദരങ്ങളെ. അത് ചെയ്യാതെ ആ മൂത്രമൊഴിച്ച് ടൈറ്റുള്ള പാന്റ് ധരിച്ചുകൊണ്ടോ ടൈറ്റുള്ള ജട്ടി ധരിച്ചുകൊണ്ടോ മൂത്രമൊഴിക്കാനിരിക്കുകയും അല്പം മൂത്രമൊഴിച്ച് തിരക്ക് പിടിച്ച് അവൻ കഴുകി എഴുന്നേറ്റ് പോകുമ്പോ അവൻ എഴുന്നേൽക്കുന്നതോടുകൂടി ഒരു തുള്ളിയാണ് പുറത്തോട്ട് വന്നതെങ്കിൽ ഖബറിന്റെ അകത്ത് ഭയാനകമായ കടുത്ത ശിക്ഷ ഖബറിന്റെ അകത്ത് നൽകപ്പെടും. അല്ലാഹു നടത്തുമ്പോൾ തസ്ബീഹ് ചൊല്ലും, അതിന്റെ പ്രതിഫലം ആ ഖബറാളിക്ക് കിട്ടും. അപ്പോൾ അല്പം ആശ്വാസം അവന്റെ ഖബറിൽ വന്നേക്കും. എന്തിനാണ് ഈ ഖബറിന്റെ മുകളിൽ കുത്തിയത്? അതികഠിനമായ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ദൃഷ്ടി
സൃഷ്ടിയിൽ വലിയൊരു കാര്യത്തിലല്ല സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഭയാനകമായ ശിക്ഷയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമാണ്. മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് അത് മുഴുവനും പുറത്തോട്ട് പോകാൻ ആവശ്യമായ തടകലോ തൊണ്ടയനക്കലോ എഴുന്നേറ്റൊന്നും നടക്കലോ ഒന്നുമില്ലാതെ മൂത്രത്തിന്റെ തുള്ളി അവിടെ തന്നെ ബാക്കി നിൽക്കുന്ന വിധത്തിൽ മനുഷ്യൻ എഴുന്നേറ്റ് കഴുകിയിട്ടാണെങ്കിലും എഴുന്നേറ്റ് പോകുന്നത് അല്ലാഹുവിന് പൊരുത്തമല്ല. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി പോരുമ്പോൾ ഒരു വാക്ക് പറയാനുണ്ട്. എന്താ വാക്ക്? ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. സുഖമായി മൂത്രമൊഴിക്കാൻ, കാഷ്ടിക്കാൻ, ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി സൗകര്യപ്രദമായ മലമൂത്ര വിസർജനത്തിന് സൗകര്യം ചെയ്തു തന്ന അല്ലാഹുവേ നിനക്കാണ് നന്ദി. എല്ലാ സ്തുതിയും നിനക്കാണ്. മൂത്രമൊഴിച്ച് കഴുകിപ്പോരുമ്പോ ഇത് നാം പറയാറുണ്ടോ? മൂത്രം കെട്ടി നിന്നിട്ട് പുറത്തോട്ട് പോകാതെ മൂത്രക്കല്ലുകൊണ്ടോ സ്റ്റോൺ വെടിവെട്ട പലരുമുണ്ട്. അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ രോഗം മുഴുവട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് സുഖമായി മൂത്രമൊഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു മൂത്രോളജിസ്റ്റിനെ കാണിച്ചു. അയാൾ കൃത്രിമമായ മാർഗത്തിലൂടെ ഒരു പൈപ്പിട്ടുകൊണ്ട് മൂത്രം പുറത്തോട്ടെടുത്തു. കുറെ കാലം ആ കൃത്രിമ പൈപ്പും പിടിച്ചുകൊണ്ട് മൂത്രമൊഴിക്കേണ്ടി വന്നു. എന്നാൽ തന്നെ ആ ഡോക്ടറോട് നമുക്കത്ര നന്ദിയുണ്ട്, അയാളോട് നമുക്കത്ര സ്നേഹമുണ്ട്. ആ ഡോക്ടർ എന്താണോ നമ്മോട് നിർദ്ദേശിച്ചത് അത് നാം ചെയ്യില്ലേ? അല്ലാഹു തആല ഇത്രയും കാലം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഗമമായി കാറ്റവും മൂത്രമടിക്കാനും അതൊഴിക്കാൻ സൗകര്യം ചെയ്തു തന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി പോരുമ്പോ പടച്ച റബ്ബിനോട് നന്ദി പറയാം.